ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ചേട്ടായിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇൻട്രോ കൊടുക്കുന്നത് നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം എല്ലാവരും കൂടി ഒന്ന് പുറത്തോട്ടൊക്കെ പോയി അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേയുടെ ദിവസം രാവിലെ തുടങ്ങിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കേട്ടോ. ഞാൻ രാവിലെ എണീറ്റു. കട്ടിലിൽ നിന്ന് ഞാൻ എപ്പോൾ എണീറ്റ് പോരുന്നു അപ്പോൾ അമ്മൂസും കൂടെ എണീറ്റ് പോരും കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ് രാവിലെ. പണ്ട് എപ്പോഴും ബേക്കിങ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ മുകളിൽ ഉണ്ടായിരുന്നു കേട്ടോ വീടിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നും പെറുക്കിയെടുത്ത് ആവശ്യമുള്ളത് മാത്രം എടുത്തു കേട്ടോ. എല്ലാ അളവും കറക്റ്റായിട്ട് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ബേക്കിംഗ് ഒന്നും മര്യാദക്കൊന്നും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൊക്കോ പൗഡറൊക്കെ ഇട്ട് നമ്മുടെ കേക്കിനുള്ള സെറ്റപ്പൊക്കെ ചെയ്യുകയാണ്. റെഡ് വെൽവെറ്റ് കേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് കളറ് കിട്ടിയില്ല, റെഡ് കളർ കിട്ടിയില്ല. നമുക്ക് ഓറഞ്ച് റെഡ് കളറാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ഓറഞ്ച് റെഡ് കളർ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്നതൊക്കെ കൈ കൊണ്ട് വാങ്ങിച്ച സെറ്റിൽ ഉണ്ടായിരുന്നതാണ് ഈ ബീറ്റർ കേട്ടോ. പക്ഷെ ഇപ്പോൾ അത് വർക്കാവുന്നില്ല. ഞാൻ എൻ്റെ മുകൾ ഭാഗമൊക്കെ കെട്ടി വെച്ചായിരുന്നു. പക്ഷേ അത് നമ്മൾ ബീറ്റിങ്ങിന് എടുത്തപ്പോൾ അത് വർക്കാവുന്നില്ല കേട്ടോ. നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏറ്റവും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നതും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലോറൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ കളറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഓറഞ്ച് റെഡ് കളർ എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഏകദേശം ചെങ്കല്ലിൻ്റെ ഒരു കളറായിരുന്നു. റെഡ് വെൽവെറ്റ് കേക്ക് ഓറഞ്ച് വെൽവെറ്റ് കേക്ക് ആക്കി കട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു പിന്നത്തെ ഒരു സമാധാനം. അങ്ങനെ നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങിയാണ് കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കണ്ടുപിടിച്ചത് കേട്ടോ. അതുകൊണ്ട് ചേട്ടായിക്ക് അതൊരു സർപ്രൈസൊന്നുമല്ല. എന്നാൽ കഴിയുന്ന വിധം ചേട്ടായിനൊന്ന് ഹാപ്പി ആക്കണം. പിന്നെ കേക്ക് എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമാണ് കേക്ക് തിന്നണം എന്ന് കേട്ടോ. എനിക്ക് പുറത്തുനിന്ന് കേക്കൊന്നും കഴിച്ചുകൂടാ. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ അങ്ങനെ അതൊന്നും കൂട്ടിക്കൂടായിരുന്നു കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കലാണ് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഏകദേശം അരമണിക്കൂറോളം വന്നു. ഞാൻ നിന്നും ഇരുന്നും നടന്നുമൊക്കെയാണ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തത് കേട്ടോ. കറക്റ്റ് സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടണമായിരുന്നല്ലോ. നമ്മൾ ബേക്ക് ചെയ്തതിന് ഒന്ന് ഹോള് പോലെ വന്നായിരുന്നു, ഇങ്ങനെ പൊന്തി വന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് കേക്കിൻ്റെ നടുഭാഗം ചെറിയൊരു വട്ടത്തിലാണ് ഇരുന്നത് വെച്ചാൽ മുകൾ ഭാഗത്തെ ലെയർ മാത്രമേ. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അതിനെ ഭംഗിപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ചേട്ടായിക്ക് ഭയങ്കര ഭാഗ്യമായിരുന്നു. കറക്റ്റ് 9 മണിയായപ്പോഴേക്കും നമുക്ക് കറണ്ട് പോയിട്ടോ. അപ്പോഴാണ് മനസ്സിലായത് ഇനി കറണ്ട് 5 മണിക്ക് വരുള്ളൂന്ന്. കുറേ ചേട്ടന്മാർ പോസ്റ്റിൻ്റെ പുറകെ കോലും കൊണ്ട് നടപ്പുണ്ടെന്ന് അപ്പുറത്തെ വീട്ടിലെ വല്യമ്മ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കേക്കെല്ലാം മെൽറ്റായി പോവോ ഭഗവാനെന്ന്. എന്നാലും ഞാൻ ഫ്രീസറിലൊക്കെ ഇട്ട് അങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ ഇനി മറ്റുള്ള പണികൾ ചെയ്യണമല്ലോ. ഇതാണ് ചേട്ടായിക്ക് കൊടുക്കാൻ പോകുന്ന സർപ്രൈസ് കേട്ടോ. കേക്കും സദ്യയൊക്കെ ഉണ്ടാവുമെന്ന് ചേട്ടായിക്ക് അറിയാം. കാരണം ചേട്ടാനെ കൂടി പോയാണല്ലോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ കേക്കിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു, നീ ബലൂണൊന്നും വാങ്ങുന്നില്ലേന്ന്. ഞാൻ പറയാം ബലൂണൊന്നും വേണ്ട, കുഞ്ഞിക്കിടാങ്ങളുടെ ബർത്ത്ഡേക്കാണല്ലോ ബലൂൺ ഉപയോഗിക്കുന്നത്. ചേട്ടായി 30 വയസ്സാവാറായില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പക്ഷേ 30 വയസ്സായിട്ടില്ല കേട്ടോ. ചേട്ടായിക്ക് 29 വയസ്സാണെന്ന്. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുകയാണ്. ഓൺലൈനിൽ നിന്ന് മീഷോയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നല്ലൊരു യുണീക്ക് ലുക്കുള്ള സംഭവങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഗോൾഡും ബ്ലാക്കും കളറിലുള്ള ബലൂൺസും ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതും ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടായി വന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കണ്ടപ്പോൾ സന്തോഷമായിട്ടുണ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല. സന്തോഷമായെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനും അമ്മൂസും കൂടി ഇതാ കേക്കിൽ മെഴുകുതിരിയൊക്കെ വെച്ച് കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്കിന് ചുറ്റിനും മെഴുകുതിരി വെക്കുകയാണ്. അമ്മൂസിന് ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ ദിവസമായി അമ്മൂസിന് പാടില്ലാണ്ടൊക്കെ ആയിട്ടിരിക്കുന്നത്. ജലദോഷവും കഫക്കെട്ടും ഒക്കെയാണ്. ഞാനിപ്പോൾ തന്നെ ഒരുവിധ അവശതയായിട്ടോ. രാവിലെ എണീറ്റ് തുടങ്ങിയ ഓരോരോ ജോലികളായിരുന്നു. എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും കയറി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ്. ഹാപ്പി അപ്പോൾ നമ്മളിത് ആ കേക്ക്
കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ കേക്ക് കൊണ്ടാണ് എന്ന് വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ഇടാഞ്ഞുകൊണ്ട് ഇങ്ങ് വീർത്ത് വന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ആ ഒരു രുചി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ബലൂൺ പൊട്ടിക്കണമല്ലോ, ബർത്ത്ഡേ ആകുമ്പോൾ ഒരു ബലൂൺ നമ്മൾ പൊട്ടിക്കണം. നമ്മൾ ടി വിയിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ട് ടി വിയിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടായിക്ക് നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മൂസും കൂടി ചേർന്ന് ഞാനും അമ്മൂസും കൂടി ചേട്ടായിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു. ഒരുപാട് നാളിതുപോലെ ഹാപ്പി ആയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പോൾ എന്താ ഒരു ഷർട്ടാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. ഇഷ്ടപ്പെട്ടതുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മാറ്റി വാങ്ങട്ടെ അല്ലേ. എപ്പോഴും അങ്ങനെ ഡ്രസ്സുകളൊന്നും എടുക്കാത്ത ഒരാളാണ്. എപ്പോഴും ഉള്ള പോലത്തെ തന്നെ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇത്തിരി വെറൈറ്റി ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൊണ്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലോ ഉമ്മ തരുന്നത്. അപ്പോൾ ചേട്ടായിക്ക് നമ്മൾ കേക്കൊക്കെ മുറിച്ച് കൊടുത്തു. എന്തോ കഴിച്ചിട്ടും കേക്കിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനും മോളും കുറച്ച് നേരമൊക്കെ കളിക്കട്ടെ, അവർ ബലൂണൊക്കെ കൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കേക്ക് തിന്നിട്ടും എനിക്ക് കൊതി മാറുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെയും വന്ന് മുറിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ അടിയിലത്തെ ഭാഗത്തെ കേക്ക് ചെറിയൊരു ഹോളുണ്ടായിരുന്നു. ചേട്ടാ എന്നെ കളിയാക്കിയൊന്നുമില്ല, കുഴപ്പമില്ല, ബീറ്ററൊന്നും ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടി വിയിൽ പാട്ടൊക്കെ വെച്ച് കുറച്ച് നേരം അമ്മൂസിൻ്റെ വക ബ്രേക്ക് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ബലൂൺ അവർ ബ്രേക്ക് ഡാൻസ് കളിച്ച് തട്ടി താഴെ ഇട്ടു. പിന്നെ അച്ഛനും മോളും കൂടി ആ ബലൂണും കൊണ്ടായി പിന്നെ കുറേ നേരം കളി കേട്ടോ. പിന്നെ ഞാനിത്തിരി റെസ്റ്റ് ചെയ്യാൻ ചേട്ടായി എന്ന് പറയുമ്പോൾ ഊണ് കഴിച്ചിട്ടാവുമെന്ന് പറഞ്ഞു. ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കിയില്ല, 5 or 6 കറികൾ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ, എന്നെക്കൊണ്ട് പറ്റുന്നത്ര. ചേട്ടായിക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ വിളമ്പിക്കോ ബർത്ത്ഡേ ആയിട്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇച്ചിരി നേരം അവിടെ വെറുതെ ഇരുന്നില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കണമായിരുന്നു. അച്ചാർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടോ. അച്ചാറൊന്നും എനിക്ക് ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല. അപ്പോൾ അത് അമ്മൂസിനും എനിക്കും ചേട്ടായിക്കൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. അമ്മൂസിന് വിളമ്പുന്നത് വെറുതെയാണ്, അമ്മൂസ് കഴിക്കുമൊന്നുമില്ല കേട്ടോ. എന്നാലും നമുക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ അമ്മൂസിനും കൂടി ഇല ഇടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ ഉരുള ചേട്ടായിക്ക് ഇരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേക്കാരന് തന്നെ ആദ്യത്തെ ഉരുള കൊടുക്കണമല്ലോ. ഞങ്ങളങ്ങനെയാണ്, എന്ത് ആഘോഷം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കൊടുക്കും. അമ്മൂസിന് കഴിക്കണോ വേണ്ടേ എന്നുള്ള ആലോചനയിലാണ് അമ്മൂസട്ട. തിരിച്ചെനിക്കും വരുത്തണം, അത് ഇവിടുത്തെ നിയമമാണ്. അങ്ങ് കൊടുത്താൽ ഇങ്ങനെ തരണം. അമ്മൂസിന് നമ്മൾ കൊടുത്തായിരുന്നു കേട്ടോ. വീഡിയോ മിസ്സായിപ്പോയതൊന്നുമല്ല, ലാഗാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ പായസം ഞാൻ നേരത്തെ എനിക്ക് കുറച്ച് ചോറ് നിന്ന് അപ്പം തന്നെ പായസം തിന്നാൻ കൊതിയായപ്പോൾ ഞാൻ വേഗം പായസം തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അരിയുടെ അടപ്രഥമനായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടായിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചേട്ടായിക്ക് അധികം മധുരമുള്ളതൊന്നും ഇഷ്ടമല്ല, അധികം മധുരമൊന്നും കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. സദ്യ കഴിഞ്ഞപ്പോൾ പായസം കുടിക്കാൻ ഒരു മടിയുണ്ടായിരുന്നു. ഞാൻ നിർബന്ധിച്ചാണ് ചേട്ടായിക്ക് പായസം ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പം തന്നെ എൻ്റെ അവസ്ഥ ആകെ മോശമായാണ് ഞാൻ നിൽക്കുന്നത്. നടുവേദന എടുത്തിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു ഗൈസ്. അമ്മൂസിനും കൂടി ഭക്ഷണം വാരി കൊടുത്ത് അമ്മൂസിനെയും കൂടി കഴിപ്പിച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടക്കണം എന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ ആ നിൽക്കുന്നത്. അപ്പോൾ അമ്മൂസ് മര്യാദക്ക് ഭക്ഷണം കഴിക്കണില്ല എന്ന് പറയും. ചേട്ടായി നല്ല ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ. അധികം മധുരം, അധികം എരിവ്, അങ്ങനെ ഒരുപാട് അതൊന്നും ആ കുട്ടി കഴിക്കില്ല. പായസം കുടിക്കാൻ പറയുമ്പോൾ എന്നോട് പറയാണ്, പായസമൊന്നും വേണ്ട മമ്മി. അമ്മൂസ് ചെറുതായിരുന്നപ്പോൾ കുറുക്ക് കുടിക്കൂലായിരുന്നു, പാല് കുടിക്കൂല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ചില കുട്ടികൾ പായസമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ്സിന് കോരി കുടിക്കും. അമ്മൂസ് മാത്രം എന്താ കുടിക്കാത്തതെന്നൊക്കെ പറയുകയും ഞാൻ ചീത്ത പറഞ്ഞ് കുറച്ചൊന്ന് വാരി കൊടുത്തിട്ടോ. പിന്നെ ഇരുന്ന് നോക്കാനുമൊക്കെ ആയി. പിന്നെ വേണ്ടാന്ന് വെച്ചു, ഞങ്ങൾ പോയി കിടന്നുറങ്ങി. വൈകുന്നേരമായപ്പോൾ ഞങ്ങളിതാ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ വൈകുന്നേരം നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ വണ്ടിക്ക് നമ്മളിതാ പോവുകയാണ് കേട്ടോ. നമ്മളെ വീടിനടുത്തുള്ളൊരു സ്വർണ്ണക്കടയിലേക്കാണ് പോയത്. നമുക്ക്
ഒരു എന്താ പറയുക കുറച്ചല്ല ഒരു കൈ ചെയിനോ വളയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. ചേട്ടായിക്ക് ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയല്ല കേട്ടോ, നമ്മൾക്ക് കുറച്ച് പൈസ കൈ കിട്ടിയപ്പോൾ അത് തട്ടിത്തൂവി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്വർണം വാങ്ങിച്ചു. സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മളിതാ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് കാത് കുത്തണം എന്ന് കേട്ടോ. ഞാനൊരു കാത് കുത്തിയിട്ടുണ്ട്. നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. എന്താ ചെയ്യുക, അവിടെ ഇരുന്ന് കരയാനൊന്നും പറ്റില്ലല്ലോ. കുറേ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തി. ചേട്ടാ എന്നോട് പറയും പഴയ വൃത്തികേടൊക്കെ അങ്ങ് മാറി കിട്ടിയെന്ന് പറഞ്ഞേട്ടാ. ചിലപ്പോൾ ശരിയായിരിക്കും, പഴയ വൃത്തികേടൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ കാതൊക്കെ കുത്തി സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. കുറേ കലണ്ടർ കിട്ടി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അപ്പം നമ്മൾ പോയി നമ്മുടെ കയ്യിലൊക്കുന്ന രീതിയിലല്ലേ എങ്ങനെയുണ്ട്? അവിടെ ഞങ്ങൾ കണ്ടു. പാട്ടൊക്കെ കേൾക്കാം. അപ്പൊ എനിക്ക് ഇട്ട് തരുകയാണേ. കൊള്ളാല്ലേ ഏട്ടാ? വലുതാവുമ്പോ വാങ്ങിത്തരാ കേട്ടാ, കല്യാണ പ്രായമാകുമ്പോ. അപ്പൊ ചേട്ടൻ നമുക്ക് കഴിച്ച് വാങ്ങിച്ചിട്ട് അപ്പൊ നമുക്ക് മൂന്നെല്ലാം കൊറേ കലണ്ടർ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ആ കലണ്ടർ 2026 ആദ്യത്തെ സമ്പാദ്യമാണ് കേട്ടാ. അപ്പൊ ഇതിലൂടെ ഇനിയും സ്വർണ്ണങ്ങൾ മേടിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു യൂട്യൂബ് ഫാമിലി ഉയർച്ചയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ബൈ ബൈ പറ.